കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവ് എന്നെയും സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വർഷം നാം കേട്ട ദൈവിക ആലോചന ദൈവിക അവകാശത്തിലേക്ക് നാം നടന്നു കയറുന്ന വർഷമാണ്. ദൈവിക അവകാശങ്ങൾ ഓരോന്നായി നാം പ്രാപിക്കുന്ന വർഷമാണ്. എങ്ങനെയാണ് നാം ഈ ദൈവിക അവകാശങ്ങളെ പ്രാപിക്കുന്നത്? ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് നാം കടക്കുന്നത്? എന്താണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത്? നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഈ വർഷം ദൈവം നമ്മളോട് സംസാരിച്ച മെസ്സേജിനെ നമ്മൾ പേരിട്ടിരിക്കുന്നത് എക്സ്പീരിയൻസ് യുവർ ഇൻഹെറിറ്റൻസ് ഇൻ ദൈ കിങ്ഡം. എല്ലാവരും ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചതിനെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ വാക്യം ഒന്ന് നമുക്ക് പറയാം. ആ എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തോടെ ആ വാചകം ഒന്ന് പറയാം. ദൈവരാജ്യത്തിലെ അവകാശങ്ങളെ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന വർഷം. എല്ലാവരും കൈയടിച്ചോണ്ട് പറഞ്ഞേ, അവകാശങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വർഷം. ദൈവരാജ്യത്തിലെ അവകാശങ്ങൾ. എല്ലാവരും പറഞ്ഞേ, ദൈവരാജ്യത്തിലെ ഇൻഹെറിറ്റൻ എന്ന വാക്ക് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തരുമ്പോൾ അതിനകത്ത് ഇൻഹെറിറ്റൻ എന്ന വാക്കിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതെല്ലാം വിശദീകരിക്കാൻ ഇന്ന് പറ്റത്തില്ല. ഒന്ന്, പാരമ്പര്യമായ സമ്പത്ത്, പിതൃ പാരമ്പര്യം, അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സമ്പത്ത്, അതിൻ്റെ ആ അവകാശങ്ങൾ, പൈതൃക അവകാശങ്ങൾ എന്നൊക്കെ ആ വാചകത്തിന്റെ അർത്ഥം. എനിക്കും നിങ്ങൾക്കും ദൈവം വെച്ചിരിക്കുന്ന ചില പൈതൃകമായ പാരമ്പര്യമായ ചില അവകാശങ്ങളുണ്ട്. അത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെടുന്ന അവകാശങ്ങളാണ്. അത് നമ്മുടെ കൈകളിൽ വരുന്ന വർഷമാണ് ഈ വർഷം. കൈകളിൽ വരുന്ന എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അത് ഞാൻ അനുഭവിക്കുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന വർഷമാണ്. ദൈവരാജ്യത്തിലെ അവകാശങ്ങൾ. എല്ലാവരും പറഞ്ഞേ, ദൈവരാജ്യത്തിലെ, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ട്, ദൈവരാജ്യത്തിലെ. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ആരംഭം മുതലേ മനസ്സിലാകാൻ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങളിലൊന്ന് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം എടുക്കുകയാണ്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവനോട് പറഞ്ഞ വാചകമാണിത്, നീ വീണ്ടും ജനിക്കണം. എങ്ങനെ ജനിക്കണം? ആത്മാവിനാൽ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നുവെങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. എങ്ങനെ ജനിക്കണം? ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വേദപുസ്തകം പറയാ, ആത്മാവിനാൽ ജനിക്കണം, വെള്ളത്താൽ ജനിക്കണം. എന്താ ഈ വാക്കിന്റെ അർത്ഥം? ഇതൊന്ന് ശ്രദ്ധിച്ചു കേട്ടാട്ടെ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശബ്ദമേറുന്ന ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ദൈവരാജ്യത്തിനകത്തേക്ക് ഒരാൾക്ക് ദൈവരാജ്യത്തിലെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ആ അവകാശങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഒരു പക്ഷെ ദൈവരാജ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമ്മൾ ഈ കാണുന്ന ലോകം പോലെ നമുക്ക് കാണാത്തതായ ഒരു ലോകമുണ്ട്. ആ ലോകത്തെ ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ അപ്പച്ചന്റെ കാല് നടക്കാൻ കഴിയാതെയാ വന്നത്. ആ അപ്പച്ചൻ സൗഖ്യമായി. ആ മോന്റെ കാലിനകത്ത് ഷൂസ് ഇടണമെന്ന് പറഞ്ഞത്, പക്ഷെ ഷൂസ് ഇടാതെ കണ്ണാടി വെക്കാതെ സൗഖ്യമായി. അത് നമ്മുടെ കണ്ണുകളിൽ കാണാൻ കഴിയുന്ന ഒരു രാജ്യത്തിന്റെ പ്രവർത്തനമല്ല. കണ്ണുകളിൽ കാണാൻ കഴിയാത്തതും എന്നാൽ യാഥാർത്ഥ്യമായ ഒരു രാജ്യമുണ്ട്. അത് ദൈവരാജ്യം എന്നാണ്. അതിലെ ആ രാജ്യത്തിന്റെ രാജാവ് എന്ന് പറയുന്നത് രാജാതിരാജാവായ എൻ്റെ കർത്താവാണ്, അല്ലെങ്കിൽ യേശുവാണ്. ഈ രാജ്യത്തിനകത്തേക്ക് എങ്ങനെ പ്രവേശിക്കാം? വേദപുസ്തകം പറയുക, യേശുവിനെ ദൈവമെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ഈ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്ന ആ നിമിഷം മുതൽ ഈ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കാം. അടുത്തിരിക്കുന്ന ആളുടെ കൈ എടുത്തിട്ട് പറഞ്ഞേ, യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്ന നിമിഷം മുതൽ ഏതിനകത്തേക്ക് പ്രവേശിക്കാം? ഈ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കാം. ഈ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരാളുടെ ലൈഫിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. ഒരു വാക്യം കൂടെ എടുക്കാം. കൊളോസി ലേഖനങ്ങൾ എടുക്കാം. അതിന് 1-ാം അധ്യായം എടുക്കാം. 12-ാമത്തെ വാക്യം എടുക്കാം. ആ വാചകം എങ്ങനെയാ? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും. അപ്പൊ വിശുദ്ധന്മാർക്ക് എന്തോ ഉണ്ട്? വെളിച്ചത്തിൽ ഒരു അവകാശമുണ്ട്. അതിന് നമ്മളെ എന്ത് ചെയ്യുക? പ്രാപ്തരാക്കുകയും. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെക്കുകയും ചെയ്തു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ആഴമുള്ള ആശയമാണ്. അത് ഇന്ന് ഞാൻ തൊടത്തില്ല. അടുത്ത ആഴ്ച ഞാൻ അതിനെ ആശയം തൊടാം.
കരമേർത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ഒറ്റ വാക്കിൽ പറയും, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് മാത്രമാണ്. എന്നാൽ അത് മാത്രമല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ ഭൂമി പിശാചിന്റെ അധികാരത്തിന്റെ കീഴിലാണെന്നും ആ അധികാരത്തിന്റെ കീഴിൽ നിന്ന് ദൈവം നമ്മളെ വേർതിരിച്ചെന്നും ഈ ഭൂമിയിൽ തന്നെ അവന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു എന്നുമാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അത് കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾ അടുത്ത ആഴ്ച പഠിക്കും. കരമേർത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ചിട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു. എല്ലാവരും പറഞ്ഞേ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. എന്നാൽ ആ രാജ്യത്തിൽ ആക്കി വെച്ചപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ആ രാജ്യത്തിനകത്തേക്ക് എങ്ങനെ വരാം? യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുന്ന നിമിഷം ആ രാജ്യത്തിനകത്തേക്ക് വരാം. ആ രാജ്യത്തിനകത്ത് എന്തോ ഉണ്ട്? വിശുദ്ധന്മാരുടെ അവകാശമുണ്ട്. എല്ലാവരും പറഞ്ഞു, വിശുദ്ധന്മാർക്ക് എന്തോ ഉണ്ട്? അവകാശമുണ്ട്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, വിശുദ്ധന്മാർക്ക് ചില അവകാശങ്ങൾ എവിടെ ഉണ്ട്? ഈ രാജ്യത്തിനകത്തുണ്ട്. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, വിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ നമുക്ക് ചില അവകാശങ്ങൾ എവിടെ ഉണ്ട്? ഈ രാജ്യത്തിനകത്തുണ്ട്. ഇത്രയും പറയുന്നത് മനസ്സിലായെന്നാ ഞാൻ വിചാരിക്കുന്നത്. പൗലോസ് എഫെസ്യർക്ക് എഴുതുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞത്, എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും അജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും, അടുത്ത വാചകം, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് മനോഹരമായൊരു വാചകം പൗലോസ് പറയുക. നോക്ക്, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. എങ്ങനെയാ? ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്നും. എല്ലാവരും പറഞ്ഞേ, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എന്ത് മനസ്സിലാക്കാൻ? നമ്മൾക്ക് നമ്മളെ ദൈവം വിളിച്ചിട്ടുള്ള വിളിയെ മനസ്സിലാക്കാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എല്ലാവരും പറഞ്ഞേ, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയെ തിരിച്ചറിയാൻ. എന്തിനു വേണ്ടിയാ വിളിയെ തിരിച്ചറിയുന്നത്? വിശുദ്ധന്മാരിൽ അവന്റെ, ആ വാചകം ഒന്ന് ശ്രദ്ധിച്ച, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമയുടെ ധനം ഇന്നതെന്നും. ഓ, വലിയ കാര്യങ്ങളാ പറയുന്നത്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്ന വാചകത്തെ പഠിക്കാനായി തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത് എൻലൈറ്റൻ എന്നൊരു വേർഡാണ്. ആ വാക്കിന്റെ ശരിയായ അർത്ഥം ഞാൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, ഒരു ഇരുട്ട് മുറിയിൽ ഒരാൾ നിൽക്കുകയാണ്. ആ മുറിയിൽ പെട്ടെന്ന് ഒരാൾ ലൈറ്റ് ഇട്ടു, സ്വിച്ച് ഇട്ടു. ലൈറ്റ് ഇട്ട നിമിഷം മുതൽ അയാൾക്കൊരു കാര്യം കാണാൻ പറ്റാൻ തുടങ്ങി. അയാളുടെ മുമ്പിൽ തനിക്ക് വേണ്ട പൈസ മുഴുവൻ ഇരിക്കുക, മണി മുഴുവൻ ഇരിക്കുക, പണം മുഴുവൻ ഇരിക്കുകയാ. അതേപോലെ തനിക്ക് വേണ്ട ആഹാരം ഇരിക്കുന്നു, തനിക്ക് വേണ്ട വസ്ത്രം ഇരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. തന്നെ ദൈവം വിളിച്ച് തനിക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ട് ഒരുക്കി വെച്ചിരുന്ന നന്മയുടെ മുകളിലിരുന്ന മറവിനെ മാറ്റുന്നതിനെയാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. ദൈവം നമുക്ക് വേണ്ടി പലതും ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കി വെച്ചത് തിരിച്ചറിയാതെ വണ്ണം പലപ്പോഴും നമ്മുടെ ഹൃദയദൃഷ്ടിയിൽ എന്ത് ചെയ്തിരിക്കുക? ഒരു മറവ് കിടക്കുകയാ. ആ മറവിനെ മാറുന്നതിനെയാ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്ന് വേദപുസ്തകം പറഞ്ഞത്. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ ഹൃദയദൃഷ്ടി അല്ലെങ്കിൽ ആ മറച്ചിരിക്കുന്ന മറവുള്ളത് മാറിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, എനിക്ക് വേണ്ടി സ്വർഗം സകലതും ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതിനെയാ വിശുദ്ധന്മാരുടെ അവകാശം എന്ന് വിളിക്കുന്നത്. വിശുദ്ധന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിനെ കാണുകയാണ് ചെയ്യുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സൗരങ്ങളെ, ഒരു വാചകത്തിൽ ഈ വാക്കുകളെ മുഴുവൻ ഞാൻ ചുരുക്കാം. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ദൈവരാജ്യത്തിനകത്തേക്ക് വരുമ്പോൾ ആ രാജ്യത്തിനകത്ത് എനിക്കും നിനക്കും വേണ്ടി ദൈവം ധാരാളം നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ എൻ്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തിനെ മനസ്സിലാക്കി തരാൻ പറ്റും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നാമോ തൻ്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെട്ടിരിക്കുകയാണ്. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നമ്മുടെ അകത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വിശുദ്ധന്മാരായ ദൈവമക്കളാകുന്ന നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ ചില നന്മകളുണ്ട്.
ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ നന്മകളെ കാണാൻ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് അത് അനുഭവിക്കാൻ, അല്ലെങ്കിൽ ആ നന്മകളെ അനുഭവിക്കേണ്ടതിനാണ് ഈ വർഷം ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാനായി പോകുന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവാത്മാവിനോട് പറഞ്ഞൊരു വാചകം ഞാൻ എന്നോട് പറയാം, ശ്രദ്ധിച്ചാട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഹയർ ലൈഫാണ് പഠിപ്പിച്ചത് അല്ലേ? അതിന് തൊട്ടു മുമ്പ് എന്താ നമ്മൾ പഠിപ്പിച്ചത്? കിങ്ഡം റെയിൻസ് എന്നാണ് പഠിപ്പിച്ചത്. ദൈവരാജ്യം വാഴുന്നു. എന്നെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ദൈവരാജ്യം വാഴുന്ന, അല്ലെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് ആ രാജ്യത്തിന്റെ നിയന്ത്രണം അനുഭവിക്കുന്ന ആരെങ്കിലുമാണ് നിങ്ങളെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? അയാളിൽ ഉണ്ടാകാവുന്ന ആദ്യത്തെ കാര്യം, അയാളിൽ ഉണ്ടാകുന്നത് ഒരു ഉന്നതമായ ജീവിതമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ ഉന്നത ജീവിതം നിങ്ങൾക്കുണ്ട് എന്നാണ് കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. എന്നാൽ ഈ വർഷം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ആ ഉന്നത ജീവിതം 3 പ്രധാന മേഖലകളിലാണ്. ആ 3 മേഖലകളും ഞാൻ ഈ വർഷം അനുഭവിക്കേണ്ടതിനായി ദൈവം ഒരുക്കുകയാണ്. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ വർഷം 3 ക്വാർട്ടറുകളായി തിരിക്കുകയാണ്. 4 മാസങ്ങളുള്ള 3 ക്വാർട്ടറുകൾ. ആ 3 ക്വാർട്ടറുകൾക്കകത്ത് ഞാൻ നിങ്ങളെ 3 പ്രധാന വിഷയങ്ങൾ പഠിപ്പിക്കും. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദയോർത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഒരു ഞായറാഴ്ച പോലും ഈ വർഷം നിങ്ങൾ മിസ് ചെയ്യരുത്. എൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ചില അവകാശങ്ങളിലേക്ക് നിങ്ങളെ നടത്തണമെന്നാണ്. വേദപുസ്തകം പറയുക, ഇടയന്റെ ജോലി എന്ന് പറയുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ നടത്തുന്നു എന്നാണ്. നിങ്ങളെ ഈ വർഷം ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തമായി തന്നിട്ടുള്ള അവകാശങ്ങളിലേക്ക് നിങ്ങളെ വഴി നടത്തുകയാണ്. ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങൾ ഓരോരുത്തരും അതിനെ അനുഭവിക്കാനായി പോകുകയാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ വണ്ടർഫുൾ ജീസസ്. ഏതെല്ലാം മേഖലകളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാ? 3 മേഖലകൾ. എല്ലാവരും പറഞ്ഞു 3 മേഖലകൾ. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മീയ മേഖലയാണ്. നിങ്ങൾ ആത്മീയമായി പെർഫെക്റ്റ് ആകാനായി പോകുന്നു. ദൈവം നിങ്ങളോട് ആത്മീയമായി പല വാഗ്ദത്തങ്ങളും തന്നിട്ടുണ്ട്. അത് വിശുദ്ധന്മാർക്കുള്ള അവകാശമാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ട്? ഒരു ഹല്ലേലൂയ പറയാവോ? ആ അവകാശങ്ങൾ കേട്ടവർ പലരുമുണ്ട്, അറിഞ്ഞവർ പലരുമുണ്ട്. പക്ഷേ കേൾക്കുകയും അറിയുകയും അല്ല ഈ വർഷം ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുകയാണ്. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും, ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, ഈ വർഷം നിങ്ങൾ പല ആത്മീയ അനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന വർഷമാണ്. കേൾക്കുന്ന വർഷമല്ല, അനുഭവിക്കുന്ന വർഷമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 67 അതിന്റെ 17 എന്നോട് കർത്താവ് സംസാരിച്ചു. 17 മുതൽ 24 വരെയുള്ള വാക്കുകൾ. അതിന്റെ 19ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. അതിന്റെ 24ാമത്തെ വാചകം, അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കാനായി തുടങ്ങും. ആ 2 വാചകങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ? ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ എന്നെയും നിന്നെയും കുറിച്ച് ദൈവം സന്തോഷിക്കുന്ന വർഷമാണിത്. ഒരു ഹല്ലേലൂയ പറയാവോ? നിങ്ങൾക്കൊന്ന് സ്വയം പരിശോധിക്കാവോ? നിങ്ങൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ വിഷമം പറയാവോ? അയ്യോ, എനിക്ക് അത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട്, എനിക്കത് മാറാൻ പറ്റിയില്ല, എനിക്ക് ഇങ്ങനൊരു വാചകം, എൻ്റെ രീതി ഇങ്ങനെയാണ്, എനിക്ക് അതിലൊരു മാറ്റം വരുത്താൻ പറ്റുന്നില്ല, എനിക്ക് കുറച്ചും കൂടെ പ്രാർത്ഥിക്കണമെന്നുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കുറെ കൂടെ ദൈവമായുള്ള ബന്ധത്തിൽ വളരണമെന്നുണ്ട്, എനിക്കതിന് കഴിയുന്നില്ല. 100 പരാതികളായി ഇരിക്കുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്റെ ദൈവം ഈ വർഷം പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ വിധത്തില് എന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം പ്രവർത്തിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് നിങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ ആത്മീയതയെ ദൈവം ലിഫ്റ്റ് ചെയ്യാനായി പോകുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കാണുവാനായി സാധിക്കുന്നത്. ദൈവിക അവകാശത്തിലായിരിക്കുന്ന ഓരോ നന്മകളെയും ഓരോന്നായി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടത്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ആത്മീയമായി ഉയർത്തുമാറാകട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം.
പേര് ഷൈനി എന്നാണ്. മലയം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് സിസ്റ്റർ വരുന്നത്. ഈ സിസ്റ്ററിൻ്റെ മകൻ്റെ ലൈഫിൽ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. ഓണം വെക്കേഷൻ സമയത്ത് സിസ്റ്ററിൻ്റെ മകൻ വീട്ടിൽ ഉറങ്ങുമായിരുന്നു. ആ സമയത്ത് തൊട്ട് അടുത്തുള്ള വീട്ടിലെ ഒരാൾ ഈ മകനെ വിളിച്ചുകൊണ്ട് പോവുകയും കുറച്ച് പൈസ ഒരാൾ തരാനുണ്ട്, അത് മേടിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മകനെ വിളിച്ചുകൊണ്ട് പോയത്. ആ പോകുന്ന സമയത്ത് ആ മകനെ പോലീസ് പിടിച്ചു. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. കാരണം ജാമ്യമില്ലാത്ത ഒരു വകുപ്പിലാണ് ആ മകനെ പോലീസ് പിടിച്ചത്, കേസെടുത്തത്. അങ്ങനെ ഒത്തിരി ഭാരപ്പെട്ടിരിക്കുന്ന സമയം സിസ്റ്റർ നമ്മുടെ ചർച്ചിലേക്ക് വിളിക്കുകയും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. സിസ്റ്റർ പറയുന്നത് ആ സമയം ഓണം വെക്കേഷൻ ആയിരുന്നു, കൂടാതെ ജാമ്യമില്ലാത്ത ഒരു വകുപ്പിലായിരുന്നു മകനെ പിടിച്ചത്. എന്നാൽ ഓണത്തിൻ്റെ വെക്കേഷൻ തീരുന്ന അന്ന് തന്നെ കോടതി അവനെ റിലീസ് ചെയ്തു എന്നാണ് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവ് ചെയ്തയാന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നു മോന് സംഭവിച്ചത്? ഉറങ്ങിക്കിടക്കുമായിരുന്നു. അപ്പോൾ അടുത്തുള്ള വീട്ടിലെ ഒരാൾ പറഞ്ഞു കുറച്ച് ക്യാഷ് കിട്ടാനുണ്ട്. ആ വ്യക്തി മനഃപൂർവ്വം കുടുക്കിയതായിരുന്നോ? ലിഫ്റ്റ് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വണ്ടി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ വേറൊരു കൂട്ടുകാരനെ വണ്ടി എടുത്തിട്ട് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും വിളിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഹല്ലേലൂയ, ആ മകനെ കർത്താവ് കരുതുവാനിടയായി തീർന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. നമ്പർ 82. സിസ്റ്റർ ഈ ആൻറ്റിയുടെ പേര് ശശികല എന്നാണ്. വെൺപകൽ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. കർത്താവ് ചെയ്ത 2 അത്ഭുത സാക്ഷ്യങ്ങളാണ് ഈ ആൻറ്റിക്ക് പറയാനുള്ളത്. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ ആൻറ്റിക്ക് 2 വർഷമായിട്ട് ഇടത് കാലിലെ മുട്ടിന്റെ ആ ഭാഗത്തായിട്ട് നീരും വേദന ഉണ്ടായിരുന്നു. 2 വർഷമായിട്ട് കാലിന് പ്രയാസമായിരുന്നു. ആൻറ്റി പറയുന്നത് ആൻറ്റിക്ക് നിൽക്കുവാനോ ഇരിക്കുവാനോ സാധിക്കത്തില്ലായിരുന്നു, ജോലിയൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, വല്ലാത്ത വേദനയായിരുന്നു, സ്റ്റെപ്പ് കയറാനും പറ്റത്തില്ലായിരുന്നു. ആൻറ്റി പറയുന്നത് ആൻറ്റിക്ക് അറ്റ്ലീസ്റ്റ് 2 സ്റ്റെപ്പ് നടക്കണമെങ്കിലും ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു. ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഓയിൽമെൻ്റ് ഇട്ടാൽ മതി, മാറുമെന്ന് പറഞ്ഞു. എന്നാൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. 7 മാസം മുമ്പേ ചർച്ചിൽ വന്നു. അന്ന് ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. ആൻറ്റി ഇപ്പോൾ പറയുന്നത് 2 വർഷമായിട്ടുണ്ടായിരുന്ന ആൻറ്റിയുടെ ഇടത് കാലിലെ മുട്ടിലെ നീരും വേദനയും മാറി എന്നാണ്. ഹല്ലേലൂയ. അമ്മ എന്തായിരുന്നു പ്രയാസം? മുട്ടുകൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും കയറാൻ കഴിയത്തില്ലായിരുന്നു. ഇരിക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഭയങ്കര വേദന, നീരുമായിരുന്നു. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. ഇപ്പം 2 വർഷത്തോളം അമ്മയ്ക്ക് അങ്ങനെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറയും, ആശുപത്രി പോയി മരുന്നൊക്കെ വാങ്ങിക്കും, അല്ല കുറച്ച് ദിവസം ഇരിക്കും, വീണ്ടും തുടങ്ങും. എന്നാ അമ്മ ഇവിടെ വന്നത്? മാർച്ചിലാണ് വന്നത്. 7 മാസമായി ഇവിടെ വരാൻ തുടങ്ങി. 7 മാസമായി. അപ്പൊ 7 മാസമായിട്ട് ഇപ്പൊ അമ്മ സൗഖ്യത്തോടെയാണ് ആയിരിക്കുന്നത്. സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. അമ്മയ്ക്ക് ഒരു സ്റ്റെപ്പ് പോലും കയറാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ അമ്മ ഇപ്പോൾ സൗഖ്യത്തോടെ നമ്മുടെ മുമ്പിലായിരിക്കുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ ആൻറ്റിക്ക് 3 വർഷമായിട്ട് 2 കാലിൻ്റെ മുട്ടിന് താഴെയായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്നു. ആൻറ്റി പറയുന്നത് നൈറ്റ് ഒരു 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് 2 കാലിലെ മുട്ടിന് താഴെ ചൊറിയുമെന്നാണ്. ആൻറ്റി ഈ ചൊറിച്ചിൻ്റെ അസ്വസ്ഥത കാരണം അടുക്കളയിൽ പോയി മഞ്ഞൾപ്പൊടി കാലിൽ തേക്കും, കൂടാതെ ചൂടുവെള്ളം യൂസ് ചെയ്യുമെന്നാണ് ആൻറ്റി പറയുന്നത്. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഓയിൽമെൻറ്റ് കൊടുത്തു, എന്നാൽ ആൻറ്റിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആൻറ്റി അതും 7 മാസം മുമ്പേ ചർച്ചിൽ വന്നു, ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. 3 വർഷമായിട്ടുണ്ടായിരുന്ന ആ അസ്വസ്ഥത മാറി എന്നാണ് ആൻറ്റി പറയുന്നത്. ഹല്ലേലൂയ. 2 കാലിലുള്ള ചൊറിച്ചിൽ മാറിപ്പോയി. താങ്ക് യു ജീസസ്. ആമേൻ. സിസ്റ്ററെ, നമ്മുടെ മുന്നിലായിരിക്കുന്ന അല്ലാംബിക സിസ്റ്ററാണ്. സിസ്റ്ററിന് നമ്മോട് സാക്ഷ്യം പറയാനായിട്ടുള്ളത് തൻ്റെ മകൻ അനന്തിനു വേണ്ടിയാണ് സാക്ഷ്യം പറയാനുള്ളത്. ആമേൻ. സിസ്റ്റർ പറയുന്നത് ആ മകൻ MBBSന് അഡ്മിഷൻ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ മകന് യൂറോപ്പിൽ MBBSന് അഡ്മിഷൻ ലഭിക്കുവാൻ ഇടയായി. വെള്ളിയാഴ്ച ഇവിടുന്ന് പോയി ശനിയാഴ്ച അവിടെ യാത്രയിലൊക്കെ അനുഗ്രഹത്തോടെ അവിടെ എത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു എന്ന് നമ്മുടെ സാക്ഷ്യം. താങ്ക് യു ജീസസ്. ഈ സിസ്റ്റർ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലീഡറാണ്. കർത്താവിനെ സാക്ഷ്യപ്പെടുത്തി അനേകരോട് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുന്നു. സിസ്റ്റർ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത് സിസ്റ്ററിന് ഒരു മകനാണുള്ളത്. മകന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസം കർത്താവ് കൊടുക്കുവാനിടയായി തീർന്നു. യൂറോപ്പിലേക്ക് പോയി അവിടെ അനുഗ്രഹത്തോടെ ആയിരിക്കുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. സിസ്റ്റർ, ഈ മോളുടെ പേര് സൂര്യ. മോള് വരുന്നത് പാലമുക്ക് നിന്നാണ്. മോക്ക് ദൈവം ചെയ്ത വലിയൊരു അത്ഭുതകരമായ ഒരു വിടുതലാണ് നമ്മളോട് പറയുവാനായിട്ടുള്ളത്. മോള് പറയുന്ന പ്രസവത്തിനായിട്ട് കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് മോൾ ആയിരുന്നത്. എന്നാൽ മോക്ക് 7.5 പ്ലേറ്റ്ലേറ്റ് ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്ലഡ്.
അത് കാരണം മോൾക്ക് പ്രസവം നടക്കേണ്ട സമയമായിട്ടും പ്രസവം നടക്കുന്നില്ല. അത് കാരണം അവർ SIT മോളെ റെഫർ ചെയ്തു. അവിടെ ചെന്ന് ICUലായിരുന്നു മോളായിരുന്നത്. മോൾ പറയുന്ന അവിടെ ICUലായിരുന്ന സമയത്ത് തന്നെ മോൾക്ക് ചിക്കൻ ബോക്സ് പിടിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ചിക്കൻ ബോക്സ് പനിയുടെ ആ അസ്വസ്ഥത കാരണം മോൾക്ക് എഴുന്നേറ്റ് നടക്കുവാനോ ശരീരം വളരെയധികം ക്ഷീണത്താൽ ഭാരപ്പെടുകയുണ്ടായി. അന്ന് തന്നെ അവർ നമ്മുടെ പ്രെയർ ലൈനിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. മോൾ പറയുന്ന ആ പിറ്റേന്ന് ആ പനിയുടേതായ ഒരു ക്ഷീണമോ ആ പൊങ്ങി വങ്ങുന്ന ശരീരത്തിൽ ഞൊണലോ യാതൊന്നുമില്ല. പരിപൂർണമായി ആ പിറ്റേന്ന് തന്നെ അത് സൗഖ്യമായി. അതോടൊപ്പം തന്നെ ബ്ലഡ് നോർമൽ ലെവലിലേക്ക് വരുവാനിടയായി. അതേപോലെ മോള് പറയുന്നു 3-ാമത്തെ ദിവസം മോക്ക് നോർമലായി ഡെലിവറി നടക്കുവാനും ഇടയായി. താങ്ക് യു ജീസസ്. ബ്ലഡ് എന്തായിരുന്നു? കൗണ്ട് കുറവായിരുന്നു. കൗണ്ട് കുറവാ. നോർമൽ ഡെലിവറി നടക്കത്തില്ല എന്ന് പറഞ്ഞു. കൊച്ചിനെ തള്ളാൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. കുഞ്ഞിനെ പോലും കിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ സിസ്റ്ററിന്റെ ആരോഗ്യനില മോശമായിരുന്നു. ഹല്ലേലൂയ. ഒത്തിരി പ്രയാസത്തോടുള്ള ഒരു അനുഭവമാണ് ഈ സിസ്റ്റർ നമ്മളോട് പങ്കുവെച്ചത്. ഡെലിവറി ടൈമിൽ ചിക്കൻ ബോക്സ് വരിക, ഇങ്ങനൊരു പ്രയാസം വരുന്നത് ഒത്തിരി കോംപ്ലിക്കേഷനെ കൊണ്ടുവരാൻ ഇടയായിത്തീരും. എന്നാൽ ഇവിടെ വിളിച്ചു പ്രാർത്ഥിച്ചു. ആരോഗ്യത്തോടെ രണ്ടുപേരും നമ്മുടെ മുൻപിലായിരിക്കുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. താങ്ക് യു ജീസസ്. ബ്രദറെ, ഈ അമ്മയുടെ പേര് ലത. അമ്മ വരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. അമ്മ പറയുന്നത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വാഴയില വെട്ടാൻ, ചോറ് കെട്ടാനായി വാഴയില വെട്ടാനായി പുറത്തിറങ്ങിയ സമയത്ത് അമ്മ പഴയ ഒരു ബാത്റൂമിൻ്റെ അതിൻ്റെ മുകളിൽ സ്ലാവ് വാർത്തിട്ടിരുന്ന അത് ചവിട്ടി താണുപോയി. അമ്മ ആ കുഴിയിൽ വീണെന്നാണ് പറയുന്നത്. അതേ ബാത്റൂമിന്റെ കുഴിക്കകത്ത് ചവിട്ടിയപ്പോൾ താണുപോയി. അത് സ്ലാവ് ഉണ്ടായിരുന്നു. ആ സ്ലാവോടുകൂടി അമ്മ കുഴിയിലേക്ക് താണുപോയി. അമ്മ പറയുന്നത് അമ്മ 5:30-യുടെ സൂര്യ പ്രോഗ്രാം കണ്ടിട്ടാണ് ഇരുന്നത്. അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ദൈവരാജ്യത്തിനകത്തായി. അമ്മ ആ വിശ്വാസത്തോടെയാണ് അമ്മ നടന്നത്. അമ്മ പറയുന്ന അതിനകത്ത് വീണ അമ്മ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, സൗഖ്യത്തോടും ആരോഗ്യത്തോടും ആയിരിക്കുന്നു. വീണിട്ടും അപകടങ്ങളൊന്നും ഉണ്ടായില്ല. കൈന്ന് മുറിഞ്ഞു, പക്ഷെ അപകടമൊന്നും ഉണ്ടായില്ല. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷത്തോടെ. ബ്രദറിന്റെ പേര് ബേബി തോമസ്, അഞ്ചലിൽ നിന്നാണ് വരുന്നത്. ബ്രദർ പറയുന്നത് ബ്രദറിന് 20 വർഷമായിട്ട് ഇടത്തെ കാലിന്റെ കണ്ണിലെ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു. 20 വർഷമായിട്ട് കാലിൽ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നും ഇല്ലാതിരുന്നു. എന്നാൽ ഈ അടുത്ത സമയമായിട്ട് അതിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടായി, ചോര വരാൻ തുടങ്ങി. അതിനുശേഷം കൊണ്ടുചെന്ന് സർജറി ചെയ്തു. സർജറി ചെയ്തപ്പോൾ അത് ബയോപ്സിക്ക് അയച്ചപ്പോൾ ആ റിസൾട്ട് പോസിറ്റീവായിട്ടാണ് വന്നത്. ബയോപ്സി അയച്ചപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു. അതിനുശേഷം ഇവിടെ വിളിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തപ്പോൾ ആ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. തന്നെയല്ല ഡോക്ടർ പറഞ്ഞു യാതൊരു മെഡിസിനും ഇനി എടുക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എന്നോട് നമ്മുടെ അമ്മമ്മ എന്നോട് വിളിച്ചു പറയുകയും പേഴ്സണലായി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അരിമ്പാറയിൽ നിന്ന് രക്തം വന്നതിനെ തുടർന്ന് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തപ്പോൾ അത് ക്യാൻസറിൻ്റെ പോസിറ്റീവായ റിസൾട്ടാണ് ഉണ്ടായേ. എന്നാൽ വീണ്ടും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. രണ്ടാമത് ഒരിക്കൽ കൂടെ പരിശോധിച്ചു. പരിശോധനയിൽ പൂർണ്ണമായും സൗഖ്യം കിട്ടിയെന്നാണ് പറയുന്നത്. ഒരു നല്ല ആമേൻ പറഞ്ഞു. എഴുന്നേറ്റ് ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അതൊരു വലിയ കാര്യമാണ്. നിങ്ങളെ കരുന്നീർത്തി അച്ഛനെ അനുഗ്രഹിച്ചേ. കർത്താവെ കുടുംബത്തെ കരുതിയതിനായി നന്ദി. അനർത്ഥം വരാതെ വണ്ണം പരിപാലിച്ചതിന് നന്ദി അപ്പാ. ഇൻ ജീസസ് നെയിം. താങ്ക് യു. ബ്രദറെ, ഈ അമ്മയുടെ പേര് അമ്മുക്കുട്ടി എന്നാണ്. അമ്മ വരുന്നത് കടക്കൽ നിന്നാണ്. അമ്മ നമ്മുടെ മീറ്റിങ്ങിൽ നിന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. അമ്മ പറയുന്നത് 1 വർഷത്തിൽ കൂടുതലായി നമ്മുടെ TV പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് കാണുകയായിരുന്നു. 1 വർഷമായിട്ട് കാണുന്നുണ്ട്. അമ്മയ്ക്കിപ്പം 57 വയസ്സുണ്ട്. അമ്മ പറയുന്നത് ഓർമ്മ വെച്ച കാലം തൊട്ട് തനിക്ക് ഒരു സ്വന്തമായിട്ട് വീടോ വസ്തുവോ ഇല്ലായിരുന്നു. എന്നാൽ നമ്മുടെ TV പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ തുടങ്ങിയതിന് ശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട വസ്തുവും ഭവനവും ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ ഈ അമ്മ പറയുന്ന നമ്മുടെ വീടിനകത്ത് ശക്തമായ എലിശല്യം ഉണ്ടായിരുന്നു. അമ്മ പറയുന്ന വസ്ത്രങ്ങളൊക്കെ നശിപ്പിച്ച് കളയും. അമ്മ TV പ്രോഗ്രാം കണ്ടു പ്രാർത്ഥിച്ചു. അമ്മ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എലികളെല്ലാം ചത്തു കിടക്കുന്നതാണ് അമ്മ കണ്ടത്. അമ്മയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുത പ്രവൃത്തികളാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ വീടുണ്ടായെന്നൊക്കെ പറയുന്നത് ശരിയാണോ? ശരിയാ. ഇവിടെ പ്രാർത്ഥിച്ച് കിട്ടിയതാണോ? കിട്ടിയതാ. സന്തോഷമായിട്ട് പോയട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ദൈവിക അവകാശങ്ങളെ പ്രാപിക്കത്തക്ക വിധത്തിൽ ആത്മീയ ബലത്തെ കർത്താവെ ഓരോ കുടുംബങ്ങളുടെ മേലും ഓരോ വ്യക്തികളുടെ മേലും അവിടുന്ന് പകർന്നിരിക്കാൻ നന്ദി പറയുന്നു കർത്താവെ.
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ പ്രവർത്തിക്കായി നന്ദി പറയുന്നു. സാമ്പത്തികമായി കർത്താവെ കുടുംബം ഉയർന്നു വരട്ടെ അപ്പ. യേശുപിച്ച ആത്മീയമായി കുടുംബങ്ങൾ ഉയർന്നു വരട്ടെ അപ്പ. ദൈവജനത്തിന് അടിസ്ഥാനപ്പെട്ട് ജീവിതത്തെ പണിയേണ്ടതിന് കർത്താവെ അവിടുത്തെ പ്രവൃത്തി കുടുംബങ്ങളിലുണ്ടാവട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. TB എന്ന രോഗത്താൽ പ്രയാസത്തിലായിരിക്കുന്ന പ്രായമായ ഒരപ്പച്ചനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അപ്പച്ചൻ്റെ മേൽ അവിടുത്തെ സൗഖ്യം വ്യാപിക്കട്ടെ. താങ്ക് യു ജീസസ്. പൂർണ്ണ ആരോഗ്യത്തോടെ ആയിരിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ കൈയുടെ ചൂണ്ടുവിരൽ പഴുക്കുന്നതിനെ തുടർന്ന് ഡോക്ടേഴ്സ് മുറിച്ചു കളയണമെന്ന പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ കൈകളിൽ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ അപ്പാ. പൂർണ്ണ സൗഖ്യത്തോടെ ആയിരിക്കട്ടെ. അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ മൂക്കിൽ ദശ വളരുന്ന പ്രയാസവുമായിട്ട് രാത്രിയിൽ നന്നായി ഉറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ പ്രയാസത്തിലായിരിക്കുന്ന കർത്താവെ ആ യൗവനക്കാരനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ സൗഖ്യം വ്യാപിക്കട്ടെ. മൂക്കിലായിരിക്കുന്ന ആ പ്രയാസം കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവെ അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.